നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണ ബെൻഫിക്കയെ 3-1 തകർത്ത് തരിപ്പണമാക്കിയ മത്സരത്തിൽ ഇരട്ട ഗോളുകളും അസിസ്റ്റുമാണ് റാഫിഞ്ഞ നേടിയതെങ്കിൽ ഗോളും അസിസ്റ്റും ലാമിൻ യമാൽ നേടുകയുണ്ടായി. ഇതോടുകൂടി ഈ കഴിഞ്ഞ പതിറ്റാണ്ടെടുത്താൽ വേണ്ട 2011-12 മുതൽ നമ്മൾ ഇങ്ങോട്ടെടുത്താൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരു UCL നോക്കൗട്ട് സ്റ്റേജ് മത്സരത്തിൽ ഗോളും അസിസ്റ്റും നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? ആ ലിസ്റ്റ് എടുത്ത് നോക്കുക. ആരൊക്കെയുണ്ട്? 5 താരങ്ങളേ ഉള്ളൂ. അപ്പോൾ യമാലും റാഫിഞ്ഞയും കൂടാതെ പിന്നെയുള്ള 3 പേര് ആരൊക്കെയാ? സാക്ഷാൽ ലിയോ മെസ്സി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ലൂയിസ് സുവാരസ്, അവരുടെ കട്ടച്ചങ്ക് നെയ്മർ ജൂനിയർ. യെസ്, MSN മാത്രമേ ഉള്ളൂ അത്തരമൊരു നേട്ടം ഇതിനു മുമ്പ് നേടിയത്. ലിയോ മെസ്സി 4 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ 2011-12 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ 4 തവണ ഗോളും അസിസ്റ്റും നേടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് 1 തവണ, നെയ്മർ ജൂനിയർ 1 തവണ. ഇപ്പൊ റാഫിഞ്ഞയും ലാമിൻ യമാലും കൂടി ആ ഒരു എലൈറ്റ് ഗ്രൂപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എലൈറ്റ് കമ്പനി, MSN ജസ്റ്റ് ഗോട്ട് എ കമ്പനി എന്ന് പറയാം. ആ രൂപത്തിലേക്ക് ഇതാ 2 പേര് ബാഴ്സലോണയിൽ പൊളിച്ചെടുക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ലോകത്ത് ഏറ്റവും മികച്ച 2 വിങ്ങേഴ്സ് ഇപ്പോൾ FC ബാഴ്സലോണക്കുണ്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഈ രൂപത്തിലാണ് ലാമിൻ യമാൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഫുട്ബോൾ ലോകത്തെ മിക്ക റെക്കോർഡുകളും അവൻ്റെ പേരിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനി ഒരുപാട് ദൂരം പോകണം. പരിക്കൊന്നുമില്ലാതെ അവൻ പോവുകയാണെങ്കിൽ അവൻ്റെ ടാലൻ്റ് അത്രയും വലുതാണ്. റാഫീഞ്ഞ ഇപ്പം എന്തൊരു കളിയാണ് കളിക്കുന്നത്. ഇതേ ഫോം അദ്ദേഹം തുടർന്നാൽ, ഇവർ 2 പേരും ഇങ്ങനെ തുടർന്നാൽ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.